കർഷകരെ സംബന്ധിച്ച് വലിയ പ്രശ്നമാണ്. ഇനി ഇതിൻ്റെ പിന്നാലെ മറ്റ് പ്രോഡക്റ്റ്സ് കൂടെ വരുമോ? അതിലുണ്ടാകുന്ന വരുമാന നഷ്ടം ഇന്ത്യൻ സമ്പദ്ഘടനയുടെ നട്ടെല്ലൊടിക്കുന്നു. അവരുടെ സഖ്യശക്തികൾ തന്നെ അമേരിക്കയെ തള്ളിപ്പറയുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അങ്ങനെ ഒരു പുതിയൊരു ലോകക്രമത്തിലൊരു വ്യതിയാനം ഉണ്ടാകുന്ന ഒരു സമയത്ത് പെട്ടെന്ന് ഇന്ത്യ അമേരിക്കയെ രക്ഷിക്കുന്ന ഒരു തരത്തിലേക്ക് മാറുന്നു എന്നുള്ളതൊരു പ്രശ്നമുണ്ട്. അമേരിക്കൻ സമ്മർദ്ദത്തിന് വഴങ്ങി നമ്മൾ ആ പദ്ധതിയിൽ നിന്ന് പിന്മാറുകയാണോ എന്നുള്ള ആശങ്ക വരുന്നുണ്ട്. ആശങ്കകൾ അകറ്റാതെ മുന്നോട്ട് പോകുന്നത് ഒട്ടും ശരിയല്ല. വിശിഷ്യ കാർഷിക മേഖലയിൽ തൊട്ട് കഴിഞ്ഞാൽ കത്തും എന്ന കാര്യത്തിലൊരു സംശയമില്ല. ഇൻസൈറ്റിലേക്ക് സ്വാഗതം. അമേരിക്കയും ഇന്ത്യയുമായി ഒരു വ്യാപാര കരാർ ഉണ്ടാക്കുന്നതായി ഡൊണാൾഡ് ട്രംപ് ട്രൂത്ത് സോഷ്യൽ എന്ന സാമൂഹ്യ മാധ്യമത്തിലൂടെ അറിയിക്കുകയുണ്ടായി. അതിലെ പല വ്യവസ്ഥകളും അദ്ദേഹം തന്നെയാണ് അറിയിച്ചത്. റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണ വാങ്ങില്ല, പകരം വെനസ്വേലയിൽ നിന്നോ അമേരിക്കയിൽ നിന്നോ ഇന്ത്യ എണ്ണ വാങ്ങുമെന്നാണ് അമേരിക്ക പറയുന്നത്. ഇന്ത്യക്ക് മേൽ ചുമത്തിയിരുന്ന താരിഫ്, കയറ്റുമതി താരിഫിൻ്റെ കാര്യത്തിൽ 18% കുറയ്ക്കാനും അമേരിക്ക തീരുമാനിച്ചിട്ടുണ്ട്. 25% നിന്ന് 18% കുറയ്ക്കുന്നതോടൊപ്പം തന്നെ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിൻ്റെ പേരിൽ ചുമത്തിയിരുന്ന പിഴച്ചുങ്കം അതും എടുത്തു കളയാൻ തീരുമാനിച്ചിട്ടുണ്ട്. ആ കരാർ ഇന്ത്യക്ക് ഗുണകരമാണെന്നാണ് ഇന്ത്യ ഗവൺമെൻറ്, നരേന്ദ്രമോദിയും അതുപോലെ തന്നെ ഇന്ത്യ ഗവൺമെൻറ്റും പറയുന്നത്. പക്ഷേ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു കരാർ ഉണ്ടാക്കുന്നതിൻ്റെ സുതാര്യതയില്ലായ്മയും അതുപോലെ തന്നെ പരസ്പര ധാരണയില്ലായ്മയും ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഇക്കാര്യത്തിൽ ഇന്ത്യ അമേരിക്കയ്ക്ക് കീഴടങ്ങുകയാണോ ചെയ്തത് എന്ന വിഷയമാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. എന്നോടൊപ്പം ഈ വിഷയം ചർച്ച ചെയ്യാൻ വിദേശകാര്യ വിദഗ്ധനായ ഡോക്ടർ PJ വിൻസെൻ്റ് ഉണ്ട്. രണ്ട് രാജ്യങ്ങൾ തമ്മിലൊരു കരാറുണ്ടാക്കുന്നു. അത് അമേരിക്കൻ പ്രസിഡൻറ്റ് ഒരു സാമൂഹിക മാധ്യമത്തിലൂടെ ലോകത്തെ അറിയിക്കുകയാണ്, ഞങ്ങളൊരു കരാറുണ്ടാക്കാൻ തീരുമാനിച്ചു എന്നുള്ളത്. അപ്പം നമ്മൾ കഴിഞ്ഞ ജനുവരി 27-നാണ് ഇന്ത്യ യൂറോപ്യൻ യൂണിയനുമായി ഒരു കരാറുണ്ടാക്കുന്നത്. അത് പരസ്പരം ചർച്ച ചെയ്ത് എന്തൊക്കെയാണ് ധാരണകൾ വ്യവസ്ഥകളെന്നൊക്കെ തന്നെ പറഞ്ഞുകൊണ്ടാണ് ആ കരാർ നടപ്പാക്കുന്നതിന് ഇനിയും സമയമുണ്ട്. എന്തായാലും വ്യവസ്ഥകൾ പരസ്പരം ചർച്ച ചെയ്ത് ഒരു കടലാസിലാക്കിയത് തീരുമാനിക്കുകയാണ് ചെയ്തത്. പക്ഷേ ഇവിടെ അമേരിക്കൻ പ്രസിഡൻറ്റ് പ്രഖ്യാപിക്കുകയാണ് ചെയ്തത്. അതിലൊരു സുതാര്യതയില്ലായ്മയും പ്രശ്നങ്ങളില്ലേ എന്നുള്ളതാണ് ആദ്യത്തെ വിഷയം. യെസ്, തീർച്ചയായിട്ടും അടിമുടി നിഗൂഢത നിറഞ്ഞ ഒരു കരാർ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. നമ്മുടെ മുന്നിൽ യഥാർത്ഥത്തിൽ ചർച്ച ചെയ്യാനുള്ളത് ട്രൂത്ത് സോഷ്യലിൽ ഡൊണാൾഡ് ട്രംപ് കുറിച്ചതും അതിനോട് പ്രതികരിച്ചുകൊണ്ട് നരേന്ദ്രമോദി നടത്തിയിട്ടുള്ള റെസ്പോൺസുമാണ് നമ്മുടെ മുന്നിലുള്ളത്. അതിൽ 140 ബില്യൺ ഇന്ത്യക്കാരുടെ പേരിൽ നരേന്ദ്രമോദി പ്രസിഡന്റ് ട്രംപിനും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടാണ് അദ്ദേഹം കുറിച്ചിട്ടുള്ളത്. ട്രംപിൻ്റെ ട്വീറ്റിൽ, ട്രൂത്ത് സോഷ്യലിൽ അദ്ദേഹം കുറിച്ചിട്ടുള്ള ട്വീറ്റിൽ പ്രധാനമായും 3 കാര്യങ്ങളാണുള്ളത്. ഒന്ന്, അമേരിക്കയിലേക്കുള്ള കയറ്റുമതി ഉൽപ്പന്നങ്ങൾക്ക് 18% കുറയ്ക്കും. അത് ഒരർത്ഥത്തിൽ വളരെ പുരോഗമനപരമാണ്. 25% ആയിട്ട് വർദ്ധിപ്പിച്ചു. പിന്നീട് താങ്കൾ പറഞ്ഞ പോലെ പിഴച്ചുങ്കും 25 വന്ന് നിലവിൽ 50%. എന്ന് വെച്ചാൽ ഇന്ത്യയെക്കാൾ അധികം താരിഫ് റേറ്റുള്ള ചുങ്കം ചുമത്തിയിട്ടുള്ള ലോകത്തിലെ ഏക രാജ്യം ബ്രസീലാണ്. എന്ന് വെച്ചാൽ 2ാം സ്ഥാനത്താണ് നമ്മൾ നിൽക്കുന്നത്. ചൈനയ്ക്ക് 34% ഉള്ളൂ. ചൈന തിരിച്ചും അങ്ങോട്ട് ചുമത്തിയിട്ടുണ്ട്. അപ്പോഴാണ് നമ്മൾ 50% നമ്മുടെ കയറ്റുമതി ഉൽപ്പന്നങ്ങൾക്ക് 50% താരിഫ് റേറ്റ് നിലനിൽക്കുന്നത്. അവിടെ അത് 18 കുറയുന്നു എന്നുള്ളത് ചെറിയ കാര്യമല്ല. പാകിസ്ഥാനിലത് 19%, ഇന്തോനേഷ്യയിൽ 19%, വിയറ്റ്നാമിനും ബംഗ്ലാദേശിനും 20%, ചൈനയ്ക്ക് 34%. ഇതെല്ലാം എടുത്ത് കമ്പയർ ചെയ്യുമ്പോൾ ഈ സൗത്ത് ഏഷ്യയിലും ഏഷ്യൻ മേഖലയിൽ ഏറ്റവും കുറവ് ചുങ്കം ഉള്ള രാജ്യം ഇന്ത്യയാണ്. ആ 18% യാഥാർത്ഥ്യമായാൽ അത് അദ്ദേഹത്തിന് ട്വീറ്റിലുണ്ട്. രണ്ടാമത്തെ കാര്യം അദ്ദേഹം പറയുന്നത് റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി നിർത്തണം എന്നുള്ളതാണ്. മൂന്നാമത്തത് 500 ബില്യൺ USD വ്യാപാരം ഇന്ത്യയുമായി നടക്കണം. എന്ന് വെച്ചാൽ അത്രയും ഉൽപ്പന്നങ്ങൾ, $500 ബില്യൺ മൂല്യമുള്ള ചരക്കുകൾ അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരുമെന്നുള്ളതാണ്. അപ്പോൾ ആദ്യത്തെ ഈ 2 കാര്യത്തിലും ഇന്ത്യ ഗവൺമെൻറ് ഒന്നും പ്രതികരിച്ചിട്ടില്ല ഇതുവരെ. റഷ്യയുമായിട്ടുള്ള എണ്ണ ഇറക്കുമതി പക്ഷേ പടിപടിയായി കുറച്ച് വരുന്നുണ്ടോ എന്നുള്ളത് വാസ്തവമാണ്. പക്ഷേ അവിടുന്ന് എണ്ണ ഇറക്കുമതി പൂർണ്ണമായി നിർത്തുമെന്നോ
അത്തരത്തിലുള്ള ഒരു അഷുറൻസും സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. ഗവൺമെൻറ് എടുക്കേണ്ട നയപരമായ ഒരു തീരുമാനമാണ് അത്. ആ തീരുമാനം എടുത്തിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. മാത്രവുമല്ല, റഷ്യൻ പ്രസിഡന്റ് പുടിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റും ഇന്നലെ വന്നിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഇന്ത്യ എണ്ണ ഇറക്കുമതി കുറയ്ക്കുന്നത് സംബന്ധിച്ച് യാതൊരു അറിയിപ്പും അവർക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. അതെ. പിന്നെ രണ്ടാമത്തെ കാര്യത്തിലാണ് വലിയ പ്രതിസന്ധി നിലനിൽക്കുന്നത്. അത് ഈ $500 ബില്യൺ അമേരിക്കൻ ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതിയിൽ പ്രധാനമായിട്ടുള്ളത് ഊർജ്ജ മേഖലയിലാണ്. ഊർജ്ജം. പിന്നെയുള്ളത് ടെക്നിക്കൽ പ്രൊഡക്ട്സാണ്, വാഹനമടക്കമുള്ള ഹൈ എൻഡ് പ്രൊഡക്ട്സുകൾ, ടെക്നിക് പ്രൊഡക്ട്സുകൾ, പിന്നെ IT ഉൽപ്പന്നങ്ങൾ. ഇതെല്ലാം സ്വാഭാവികമായിട്ടും ഇന്ത്യ ഇപ്പോഴും അമേരിക്കയെ ആശ്രയിച്ച് തന്നെയാണ് നിൽക്കുന്നത്. കാരണം സോഫ്റ്റ്വെയർ മുഴുവൻ അമേരിക്കക്കാരൻ്റെതാണ്, ഹാർഡ്വെയറൊക്കെ ചൈനയിൽ നിന്നാണ് വരുന്നത്. നമ്മുടെ ഇവിടെ ഇത്തരം സംഗതികളൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോഴും അമേരിക്കയിൽ നിന്ന് ഇക്കാര്യങ്ങൾക്ക് അവരെ ആശ്രയിക്കാതെ നിവൃത്തിയില്ല. അക്കൂട്ടത്തിൽ ഇപ്പോൾ കൽക്കരി വരുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാർഷികോൽപ്പന്നങ്ങളാണ്. അതൊരു കണ്ടൻഷ്യസ് ഇഷ്യൂ ആണ്. ഈ കാർഷികോൽപ്പന്നങ്ങൾ എന്ന് പറയുന്നത് പ്രധാനമായും ജനിതക വ്യതിയാനം വരുത്തിയ കാർഷിക ഉൽപ്പന്നങ്ങൾ അമേരിക്കയിൽ നിന്ന് അമേരിക്ക ആ ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യൻ വിപണി തുറന്നു കൊടുക്കണം എന്നത് എത്രയോ ദശാബ്ദങ്ങളായി അമേരിക്ക ഇന്ത്യയെ പ്രഷറൈസ് ചെയ്യുന്നതാണ്. അത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. പക്ഷേ അക്കാര്യത്തിൽ ഇന്ത്യ ശക്തമായ നിലപാടാണ് ഇതുവരെ സ്വീകരിച്ചത്. കാരണം മാത്രമല്ല ഡയറി ഉൽപ്പന്നങ്ങൾ, അപ്പോൾ ഡയറി ഉൽപ്പന്നങ്ങളുടെ കാര്യത്തിലും ജനിതക വ്യതിയാനം വരുത്തിയ കാർഷിക ഉൽപ്പന്നങ്ങളുടെ കാര്യത്തിലും ഒക്കെ അത് ഇന്ത്യൻ വിപണിയിലേക്ക് വരിക എന്നുള്ളത് ആത്മഹത്യാപരമായിരിക്കും. പക്ഷേ ഈ $500 ബില്യൺ ഈ കാർഷികോൽപ്പന്നങ്ങൾ വരുന്നുണ്ട്. മാത്രമല്ല, ഇന്നലെ അവിടുത്തെ കാർഷിക സെക്രട്ടറി, അഗ്രികൾച്ചർ സെക്രട്ടറിയുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വന്നത് ഈ വ്യാപാര കരാറിൻ്റെ ഭാഗമായി അമേരിക്കയുടെ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥ പുനരുജ്ജീവിപ്പിക്കപ്പെടും എന്നുള്ളതാണ്. അവിടുത്തെ ചെറുകിട കർഷകർക്കും അതുപോലെ വൻകിട കർഷകർക്കുമൊക്കെ വലിയ ലാഭമുണ്ടാകും, അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യയിലേക്ക് വരാനുള്ള സാഹചര്യമുണ്ടാകും എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അപ്പം ഇക്കാര്യത്തിലും ഈ കാർഷികോൽപ്പന്നങ്ങളുടെ ഇറക്കുമതിയുടെ കാര്യത്തിൽ വിശിഷ്യ ജനിതക വ്യതിയാനം വരുത്തിയ ജനറ്റിക്കലി മോഡിഫൈഡ് പ്രൊഡക്ട്സ് അക്കാര്യത്തിൽ ഒരു നയപരമായ തീരുമാനം താങ്കൾ പറഞ്ഞ പോലെ ഗവൺമെൻറ് എടുക്കണം. അവിടെയും ഗവൺമെൻറ് പാർലമെൻറ്റിലോ അതല്ലെങ്കിൽ ഒരു ക്യാബിനറ്റ് ഡിസിഷൻ എന്ന നിലയിൽ ഒന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇക്കാര്യത്തിലെല്ലാം ആകെ ഒരു പുകമറ. ഈ വിഷയത്തിൽ ഇപ്പം കർഷക സംഘടനകളല്ലേ അവരുടെ പ്രതിനിധികൾ ഇപ്പോൾ തന്നെ ആശങ്ക പ്രകടിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതായത് അവിടെ നിന്ന് വരുന്ന പഴങ്ങളും പച്ചക്കറികളും അതുപോലെ തന്നെ വാൽനട്ട്സ്, ബദാം പോലുള്ള സാധനങ്ങളൊക്കെ തന്നെ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരുന്നതാണ്. ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരുന്നത് 0 താരിഫിലാണ് വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെ മാർക്കറ്റ് പിന്നെ എവിടെയായിരിക്കും എന്നുള്ളൊരു പ്രശ്നം കർഷകരെ സംബന്ധിച്ച് വലിയ പ്രശ്നമാണ്. ഇനി ഇതിൻ്റെ പിന്നാലെ മറ്റ് പ്രോഡക്റ്റ്സ് കൂടെ വരുമോ? ഇപ്പോൾ ഈ ക്ഷീരമേഖലയിലുള്ള പ്രോഡക്ട്സ് അത് തുറന്നു കൊടുക്കില്ല എന്നൊക്കെയാണ് പറയുന്നതെങ്കിൽ പോലും നമുക്ക് അക്കാര്യത്തിലൊരു വിശ്വാസം ഇപ്പോഴും കർഷകർക്ക് ഉണ്ടാവുന്നില്ല. അക്കാര്യത്തിൽ ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് ഒരു തവണ ഇപ്പോൾ മോഡിയെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത് ഇദ്ദേഹം വളരെ ടഫായിട്ടുള്ള ഒരു നെഗോഷിയേറ്ററാണ്. അപ്പോൾ അദ്ദേഹത്തോട് നെഗോഷിയേറ്റ് ചെയ്യുന്നതിൽ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ആ സമയത്തൊക്കെ അദ്ദേഹം 4 തവണയോ 5 തവണയോ മറ്റോ മോഡിയെ വിളിച്ചിട്ട് അദ്ദേഹം ഫോൺ എടുത്തില്ല എന്നുള്ളതൊക്കെ പറയുകയുണ്ടായി. മാത്രമല്ല, വ്യാപാര കരാർ സംബന്ധിച്ചും മോഡിയും ട്രംപും തമ്മിൽ നേരിട്ട് സംഭാഷണം നടത്തിയാൽ പ്രശ്നം പരിഹരിക്കപ്പെടും എന്ന സ്റ്റേറ്റ്മെൻറ്റ് സെർജിയോ ഗോർ, ഇന്ത്യയിലുള്ള അംബാസഡർ, നടത്തുകയുണ്ടായി. അത് യഥാർത്ഥത്തിൽ യാഥാർത്ഥ്യമായി. കാരണം അരമണിക്കൂർ നേരം ഇരുകൂട്ടരും ഫോണിൽ സംസാരിച്ചു. ഇന്ത്യൻ പ്രധാനമന്ത്രി, അമേരിക്കൻ പ്രസിഡൻറ്റും. അതിനുശേഷമാണ് ഈ കരാറിൻ്റെ പ്രഖ്യാപനം ട്രൂത്ത് സോഷ്യലിൽ ട്രംപ് കുറിക്കുന്നത്. അപ്പോൾ അവർ സംസാരിച്ചു എന്ന് തന്നെ വേണം. അപ്പോൾ അതിനുള്ള മുന്നൊരുക്കങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം കഴിഞ്ഞ 2025 ആഗസ്റ്റോടു കൂടി തന്നെ ഒരു വ്യാപാര കരാർ, ഒരു കോംപ്രഹെൻസീവ് ട്രേഡ് എഗ്രിമെൻറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ മുന്നോട്ട് പോവുകയായിരുന്നു. അപ്പോൾ ആ സമയത്ത് അത് യാഥാർത്ഥ്യമാകില്ല എന്ന ഘട്ടം വന്നപ്പോഴാണ് ആദ്യം 25% ചുങ്കവും പിന്നീട് 25% പിഴച്ചുങ്കവും ചുമത്തിയത്. ആ സന്ദർഭത്തിലും 2025 ഡിസംബറോടുകൂടി ഒരു എഗ്രിമെൻ്റ് യാഥാർത്ഥ്യമാകും എന്ന് പ്രതീക്ഷിച്ചിരുന്നു. ഒരു പക്ഷേ ആ ഡിസംബർ എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള മുന്നൊരുക്കങ്ങൾ നടത്തിയിട്ടുണ്ടാവാം. അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ വളരെ പെട്ടെന്ന് ഈ കരാർ ഒരു യാഥാർത്ഥ്യമായത് എന്ന് നമുക്ക് വേണമെങ്കിൽ പ്രതീക്ഷിക്കാം. പക്ഷേ ഇതെല്ലാം ക്ലാരിറ്റി വരുത്തേണ്ടുന്നത് ഇന്ത്യ ഗവൺമെൻറ്റാണ്. അതെ, പക്ഷേ ഈ ഇന്ത്യയുടെ മാർക്കറ്റ് തുറന്നു കൊടുക്കുന്നത്, ഇപ്പോൾ ഇന്ത്യയുടെ വലിയൊരു മാർക്കറ്റാണ്. ചൈന കഴിഞ്ഞാൽ
ഇന്ത്യയുടെ മാർക്കറ്റാണ് ഏറ്റവും കൂടുതൽ വലിയ മാർക്കറ്റ് എന്ന് പറയുന്നത്. അത്രയും ജനസംഖ്യയുള്ള ഒരു രാജ്യം കൂടിയാണ്. അപ്പോൾ ഈ മാർക്കറ്റ് തുറന്നു കൊടുക്കും, പ്രത്യേകിച്ച് കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് തുറന്നു കൊടുക്കുമ്പോൾ ഇന്ത്യ പ്രധാനമായും ഇപ്പോഴൊരു ഒരു കാർഷിക രാജ്യമാണ്. ഇന്ത്യയിലെ കർഷകർ വലിയ തോതിൽ, ഇപ്പോൾ കേരളത്തിലെ കൃഷിയൊക്കെ ഇല്ലാതായിട്ടുണ്ടെങ്കിൽ പോലും ഈ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ കൃഷിയെ ആശ്രയിച്ച് ജീവിക്കുന്നവരാണ് ലക്ഷക്കണക്കിനും കോടിക്കണക്കിനും വരുന്ന കർഷകർ. അവർ ഇപ്പം നമ്മുടെ കർഷക സമരത്തിൻ്റെ അനുഭവങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ഈ കുത്തകവൽക്കരണത്തിൻ്റെ പ്രശ്നങ്ങളിൽ അവർ മാർക്കറ്റ് കുത്തകകൾ കീഴടക്കാൻ പോകുന്നു എന്നുള്ളതിനെതിരെ കർഷകർ നടത്തിയ സമരങ്ങൾ നമ്മുടെ ഓർമ്മയിലുണ്ട്. ഇപ്പോൾ ഈ പ്രോഡക്ട്സ് അമേരിക്കയിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഇവർക്കുള്ള ആശങ്ക ചെറുതല്ല. അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് എന്ത് സംഭവിക്കും, ഇനി എവിടെ ഇവരുമായി മത്സരിക്കാൻ കഴിയുമോ? കാരണം അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് താരിഫില്ല. അപ്പോൾ ആ നിലയിൽ കുറഞ്ഞ വിലയ്ക്ക് ഇവിടെ ഉൽപ്പന്നങ്ങൾ, അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ കാർഷിക വിപണിയിൽ വന്നാൽ അവരുടെ ജീവസന്ധാരണ മാർഗം ഇല്ലാതാകുമോ എന്നുള്ള ആശങ്ക പ്രധാനമായിട്ട് അവർക്കുണ്ട്. യെസ്, അത് ഇന്ത്യയുടെ മൊത്തം ആശങ്കയാണ്. കാരണം ഇന്ത്യയിലെ ടോട്ടൽ പോപ്പുലേഷൻ്റെ 50% ഇപ്പോഴും കാർഷിക മേഖലയെ പൂർണ്ണമായും ആശ്രയിച്ച് നിൽക്കുന്നു എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇനി മറ്റിതര മേഖലയിൽ ജോലി ചെയ്യുന്ന ആളുകൾക്കും പ്രാഥമിക സെക്ടർ എന്ന നിലയിൽ, പ്രൈമറി സെക്ടർ എന്ന നിലയിൽ കൃഷിയെ ആശ്രയിക്കുന്നുണ്ട്. അവരെയും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ ഇന്ത്യൻ പോപ്പുലേഷൻ്റെ ഒരു 70% നേരിട്ടോ അല്ലാതെയോ ഈ കാർഷിക മേഖലയിൽ നിന്നുള്ള വരുമാനത്തെ ആശ്രയിച്ച് ജീവിക്കുന്നവരാണ്. അത് ഇപ്പോൾ കേരളത്തിൽ മാത്രമാണ് നമുക്ക് ഫുഡ് സ്റ്റെപ്സ് നമ്മൾ കാര്യമായി ഉൽപ്പാദിപ്പിക്കുന്നില്ല. നമ്മൾ നാണ്യവിളകളാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. അതിന് പിന്നെ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ നമ്മളോട് കോമ്പറ്റ് ചെയ്യാൻ ആരുമില്ല. നമ്മുടെ ഒരു ഉപഭോക്തൃ സമൂഹമായി മാറി, സമൂഹമായി. ഇപ്പം നമ്മളുണ്ടാക്കുന്ന ഹൈ ക്വാളിറ്റി നമ്മുടെ സ്പൈസസ്, ഇതൊക്കെ നമ്മളുടെ ക്ലൈമറ്റിലും നമ്മുടെ സാഹചര്യത്തിലും ഒക്കെയാണ് അതിന് ആ ഗുണനിലവാരത്തിൽ ഉണ്ടാകുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് കേരളത്തിന് ആ ഒരു കോമ്പറ്റീഷനിൽ നമുക്കൊരു ചെറിയ എഡ്ജുണ്ട്. അതേസമയം നോർത്ത് ഇന്ത്യയിലേക്ക് പോയി കഴിഞ്ഞാൽ പ്രധാനമായിട്ടും പശുപാലകർ, ക്ഷീര ഉൽപ്പന്നങ്ങൾ, അത് 1 ലിറ്റർ പാലിന് 2 രൂപയോ 3 രൂപയോ 5 രൂപയൊക്കെ ഉള്ളൂ. അവിടെ വെള്ളത്തിന് 15 രൂപ കൊടുക്കണം. അപ്പോൾ അത്രയും ചീപ്പാണ് അവിടെ. അപ്പോൾ പാലുൽപ്പന്നങ്ങളും അത്രയും അധികം ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. പശു ബെൽറ്റ് എന്ന് തന്നെയാണല്ലോ നമ്മൾ ഉത്തരേന്ത്യയിലെ ആ ബെൽറ്റ് പറയുന്നത്, തമാശയ്ക്ക് പറയുന്നതാണെങ്കിൽ. ഇവരാണ് പശുവിൻ്റെ സംരക്ഷകരുമാണ്. അവരാണ് പശുവിൻ്റെ സംരക്ഷകർ. അപ്പോൾ ഈ പശു ബെൽറ്റ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ കോടാനുകൂടി മനുഷ്യർ അധിവസിക്കുന്ന ഒരു മേഖലയാണ്. അപ്പോൾ ക്ഷീരോൽപ്പന്നങ്ങളുടെ മേഖലയിൽ ഒരു കോമ്പറ്റീഷൻ വരുന്നത് നമ്മളുടെ കർഷകരുടെ വരുമാനം കുറയാൻ കാരണമായാൽ അത് വലിയ സാമൂഹ്യ പ്രത്യാഘാതമുണ്ടാക്കും. അതുപോലെ കാർഷിക മേഖല കൃഷിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്ത്യയിൽ കൃഷി ചെയ്യുന്നവന് മാന്യമായ സാമൂഹ്യ അംഗീകാരവും ബഹുമാനവും കിട്ടുന്നത് ഈ ഹരിയാനയിലും പഞ്ചാബിലൊക്കെയുള്ളത്. കേരളത്തിൽ ഇനിയിപ്പം അവൻ ലക്ഷക്കണക്കിന് രൂപ കൃഷിയിൽ നിന്ന് വരുമാനം ഉണ്ടാക്കിയാലും വിവാഹ മാർക്കറ്റിൽ പോയാൽ ഒരു പെണ്ണ് പോലും കിട്ടാത്ത സാഹചര്യമാണ്. അതേസമയം സർക്കാർ ഉദ്യോഗസ്ഥനായിട്ടുള്ള ആൾക്ക് ആ ബുദ്ധിമുട്ടില്ല. അതേസമയം ഒരു വൻകിട കർഷകരുമുണ്ട്, ചെറുകിട കർഷകരുമുണ്ട് ആ മേഖലയിൽ. ഡൽഹി, നോർത്തേൺ UP ഹരിത വിപ്ലവവും ധവള വിപ്ലവവും ഉണ്ടാക്കിയ ഒരു വലിയ മാറ്റമാണ്. അവിടെ അവർക്ക് അംഗീകാരമുണ്ട്. അതുപോലെ ഒരു ഫാമിലി എൻ്റർപ്രൈസ് പോലെയാണ്. അവരുടെ സിമ്പിൾ തന്നെ ഈ ട്രാക്ടറാണ്. അവർ യാത്രയ്ക്കും സകല കാര്യങ്ങൾക്കും ട്രാക്ടർ ഉപയോഗിക്കുന്നു. സമരത്തിന് പോലും ആ ട്രാക്ടറുമായിട്ടാണ് അവർ വരുന്നത്. അപ്പോൾ ആ മേഖലയിലുള്ള പ്രധാനമായും സിഖുകാർ, ജാട്ട്, അങ്ങനെയൊക്കെയുള്ള വിവിധ വിഭാഗങ്ങൾ അവരെല്ലാം സമ്പന്നരായ കർഷകരാണ്. അവർ അവരുടെ കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് വിലയിടിവ് സംഭവിക്കുകയോ നമ്മളുടെ ആഭ്യന്തര മാർക്കറ്റ് അവർക്ക് ഇപ്പോൾ അവരുടെ കയ്യിലാണ്. അതൊരു ക്യാപ്റ്റീവ് മാർക്കറ്റാണ്, ആഭ്യന്തര മാർക്കറ്റ് കൂടിയാണ്. അവർ ഉൽപ്പാദിപ്പിക്കുന്ന ക്ഷീരോൽപ്പന്നങ്ങൾക്കും കാർഷിക വിഭവങ്ങൾക്കും ഇന്ത്യയിലെ ലോകത്തിലെ ഏറ്റവും വലിയ 2ാമത്തെ മാർക്കറ്റ് എന്ന് പറയുന്നത് അത് ക്യാപ്റ്റീവ് മാർക്കറ്റായിട്ട് അവരുടെ കയ്യിലുണ്ട്. അതോടൊപ്പം കയറ്റുമതി ചെയ്യാനുള്ള സൗകര്യങ്ങളൂടെ കിട്ടിയാലാണ് ഇന്ത്യയുടെ വികസനം പൂർത്തീകരിക്കുള്ളൂ. അപ്പോൾ കയറ്റുമതിക്കുള്ള ഒരു അവസരം നമുക്ക് കിട്ടുന്നുണ്ട്. അതിൻ്റെ കൂടെ ഇന്ത്യൻ മാർക്കറ്റ് കൂടി അവർക്ക് കിട്ടിയാലേ അവർക്ക് അതുകൊണ്ട് മെച്ചമുണ്ടാവുള്ളൂ. അപ്പോൾ ഇന്ത്യൻ മാർക്കറ്റ് പൂർണ്ണമായും തുറന്ന് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിലുണ്ടാകുന്ന വരുമാന നഷ്ടം ഇന്ത്യൻ സമ്പദ്ഘടനയുടെ നട്ടെല്ലൊടിക്കും. അതോടൊപ്പം ഈ യൂറോപ്പുമായിട്ടുള്ള കരാറിലും ഇതേ പ്രശ്നമുണ്ട്. യൂറോപ്യൻ യൂണിയൻ, ഇന്ത്യ കോംപ്രിഹെൻസീവ് ട്രേഡ് ഡീൽ,
അതിലും യൂറോപ്പിനെ കുറിച്ച് പറയുന്നത് അവർ കർഷകർക്ക് വലിയ ആനുകൂല്യം കൊടുത്തിട്ട് ഈ വൈൻ പ്രൊഡക്ഷനൊക്കെ അവിടെ സബ്സിഡൈസ്ഡ് റേറ്റിലാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു വൈൻ ലേക്ക് ഉണ്ട്, സാഗരം പോലെ അതങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ അതിനാണെങ്കിൽ ഇന്ത്യയിൽ വലിയ മാർക്കറ്റുണ്ട്. അതിങ്ങോട്ട് വരുന്നതുകൊണ്ട് കുഴപ്പമില്ല, വൈൻ വാങ്ങി കുടിച്ചോട്ടെ. അല്ല, വിദേശ മദ്യങ്ങൾക്ക് വില കുറയുന്നുള്ളതാണ്. വിദേശ മദ്യങ്ങൾക്ക് വില കുറയുന്നുള്ളതും ഒരു പക്ഷേ ഗുണകരമായി വന്നേക്കാം. അതേസമയം അവിടെ ഒരു ബട്ടർ മൗണ്ടൻ ഉണ്ട് എന്നതും പ്രധാനമാണ്. അവിടെ ഈ ബട്ടർ ഇന്ത്യയിലേക്ക് വന്നാലുള്ള അവസ്ഥ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മളുടെ പശുപാലകർക്ക് വലിയ ആഘാതമാകും. അപ്പോൾ ഇതൊക്കെ യഥാർത്ഥത്തിൽ ആശങ്ക നിലനിർത്തുന്ന ഘടകങ്ങളാണ്. ഇതുവരെയുള്ള ഇന്ത്യയുടെ ഒരു ചരിത്രമെടുത്താൽ നമ്മൾ 92-ലാണല്ലോ ആഗോളീകരണത്തിലേക്ക് കടക്കുന്നത്. അതിനുശേഷമാണ് സ്വതന്ത്ര വ്യാപാര കരാറുകളെല്ലാം ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ആസിയാൻ കരാർ തുടങ്ങിയിട്ടുള്ള കരാറുകളുണ്ട്. ഈ കരാറുകളിൽ ഇപ്പോൾ ആസിയാൻ കരാർ നമ്മുടെ കാർഷിക മേഖലയ്ക്ക് കേരളത്തിനൊക്കെ വലിയ പ്രതിസന്ധി ഉണ്ടാക്കി എന്നുള്ളത് വാസ്തവമാണ്. പക്ഷേ അതിനുശേഷം ഉണ്ടാക്കിയിട്ടുള്ള പല ട്രേഡ് എഗ്രിമെൻറ്റ്, ബൈലാറ്ററലും മൾട്ടിലാറ്ററലായിട്ടുള്ള എഗ്രിമെൻറ്റുകളിലൊക്കെ നമ്മുടെ കാർഷിക മേഖലയെയും ക്ഷീര വ്യവസായ മേഖലയെയും ഒക്കെ സംരക്ഷിച്ച് നിർത്തിക്കൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോയിട്ടുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ള നടപടികൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുക. കാരണം ടഫ് ഡിബേറ്ററാണല്ലോ CM. കാർഷിക മേഖലയോട് ഒരു കമ്മിറ്റ്മെൻറ്റ് കാണിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം ഗവൺമെൻറ് ഭാഗത്തു നിന്നുണ്ടായിരുന്നുള്ള കാര്യം സംശയമാണ്. അതെ, ഇപ്പോൾ കാർഷിക നിയമങ്ങൾ ഉണ്ടാക്കുമ്പോൾ അതെങ്ങനെയാണ്, ഇപ്പോൾ വലിയ സമരത്തിലൂടെയാണ് ആ നിയമങ്ങൾ പിൻവലിക്കുന്നത്. അത് ആ നിലയ്ക്ക് ഗവൺമെൻറ് കർഷകരോടും കാർഷിക മേഖലയോടും ഉദാരമായൊരു സമീപനം സ്വീകരിക്കുമോ എന്നുള്ള കാര്യം, അതാണ് കർഷകരുടെ പ്രധാനപ്പെട്ട ഒരു ആശങ്ക. അതെ, ആ ആശങ്കയ്ക്ക് അടിത്തറയുണ്ട്. ആ ആശങ്ക സെൻട്രൽ ഗവൺമെൻറ് പരിഗണിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം മോഡി 2014 അധികാരത്തിൽ വന്നപ്പോൾ 12 വർഷമായില്ലേ. ഇതിനിടയ്ക്ക് അവർക്ക് പൂർണ്ണമായും സമ്പൂർണ്ണമായി പരാജയപ്പെടേണ്ട വന്നത് കർഷക സമരത്തിന് മുന്നിൽ മാത്രമാണ്. ആ കർഷക സമരത്തിൻ്റെ ശക്തി, അതിൻ്റെ ആഘാതം നമുക്ക് ഇപ്പോൾ സങ്കല്പിക്കാൻ പോലും പറ്റില്ല. അതുകൊണ്ട് അത്ര വലിയ ജനമുന്നേറ്റം ഉണ്ടാകുമെന്നുള്ളത് ഉറപ്പാണ്. അത് കണ്ടില്ലെന്ന് നടിക്കാൻ നരേന്ദ്രമോദിക്കോ അതല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്റിനോ സാധിക്കില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് പരിഗണിച്ചുകൊണ്ടുള്ള ഒരു ഫൈനൽ ഡ്രാഫ്റ്റ് ആയിരിക്കും വരിക എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതല്ല എങ്കിൽ ഈ ഗവൺമെൻറ് തന്നെ അസ്ഥിരപ്പെടുന്ന രീതിയിലായിരിക്കും ഇന്ത്യയിൽ കർഷക സമരം രൂപപ്പെട്ടു വരിക. മറ്റൊന്ന് ഈ റഷ്യയുമായിട്ടുള്ള എണ്ണ ഇടപാടാണ്. ഇപ്പോൾ റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി ഇന്ത്യ നിർത്തും എന്നുള്ളതാണ്. അമേരിക്കയിൽ തന്നെയാണ് അതിൻ്റെ പ്രഖ്യാപനം വരുന്നത്. ഇന്ത്യ ഇതിനെക്കുറിച്ച് ഇതുവരെ പ്രതികരണമൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ അത് യഥാർത്ഥത്തിൽ റഷ്യയുമായിട്ടുള്ള എണ്ണ ഇടപാടുകൾ, ഇറക്കുമതി ലാഭകരമായ രീതിയിലാണല്ലോ. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഗുണകരമായൊരു സംഗതിയാണ്. നമ്മുടെ റുപ്പിയിൽ തന്നെയാണ് ഇടപാടുകൾ നടക്കുന്നതും നമ്മളത് ശുദ്ധീകരിച്ചുകൊണ്ട് മറ്റു രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്നതിലൂടെ വലിയ അമേരിക്കയിലൊക്കെ കയറ്റുമതി ചെയ്യുന്നുണ്ട്. വലിയ സാമ്പത്തികമായി വലിയ മെച്ചമുണ്ടാക്കുന്നൊരു സംഗതിയാണ്. അപ്പോൾ ഇത് നിർത്തിക്കൊണ്ട് നമ്മൾ വെനസ്വേലയിൽ, ഇപ്പോൾ വെനസ്വേല അമേരിക്കയുടെ ഒരു കോളനിയാണ്. വെനസ്വേലയുടെ എണ്ണ നിയന്ത്രിക്കുന്നത് അമേരിക്കയാണ്. വെനസ്വേലയിൽ നിന്നും അമേരിക്കയിൽ നിന്നും എണ്ണ വാങ്ങുമെന്നാണ് അവർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇന്ത്യ പ്രതികരിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെ ഉണ്ടായാൽ അത് ഇന്ത്യക്കൊരു വലിയ നഷ്ടമായി മാറില്ല എന്നുള്ളൊരു, അത് ഇന്ത്യ റഷ്യ ബന്ധങ്ങളെ എങ്ങനെ ബാധിക്കുമെന്നുള്ളത് തീർച്ചയായിട്ടും ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യമാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അത് അമേരിക്കയുമായിട്ട് ഒരു വ്യാപാര കരാർ അനിവാര്യമാണ്. കാരണം അവരുടേത് ഇപ്പം GDP-യുടെ ഒരു വലിപ്പം എടുത്താൽ 31.82 ട്രില്യൺ ഇക്കണോമിയാണ്. എക്സ്റ്റെൻഡ് ചെയ്താൽ എന്തായാലും 30-നും ഈ 32-നും ഇടയിൽ നിൽക്കുന്ന ഒരു ഇക്കണോമിയാണ്. അപ്പോൾ അവരുമായിട്ടൊരു വ്യാപാര കരാർ ഇല്ലാതെ ഇന്ത്യക്ക് പോകാൻ പറ്റില്ല. കാരണം അത് നമ്മളൊരു രാജ്യം സമ്പദ് വ്യവസ്ഥ കൂടിയാണ്. അതെ, ഗ്ലോബൽ മാർക്കറ്റ് നമുക്ക് ടാപ്പ് ചെയ്യണം. നമ്മൾ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സമ്പദ് വ്യവസ്ഥയാണ്. അപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പദ്ഘടനയായിട്ടുള്ള ഈ 3 പ്രധാനപ്പെട്ട മേഖലകൾ, ഒന്നാം സ്ഥാനത്ത് അമേരിക്കയാണ്, രണ്ടാം സ്ഥാനത്ത് 22.2 ട്രില്യൺ ഇക്കണോമിയുള്ള യൂറോപ്യൻ യൂണിയൻ ആസ് എ ഹോളാണ്, 27 രാജ്യങ്ങൾ ചേർത്ത് കഴിഞ്ഞാൽ. മൂന്നാം സ്ഥാനത്ത് ഏകദേശം 20 ട്രില്യൺ ഇക്കണോമി വരുന്ന ചൈനയാണ്. അപ്പോൾ ഈ 3 രാജ്യങ്ങൾ, നമ്മളാണെങ്കിൽ ഏകദേശം 4.5 ട്രില്യൺ ഇക്കണോമിയാണ്, നമ്മൾ വലിയൊരു ഇക്കണോമിയാണ്. അപ്പോൾ ഈ 3 മേഖലകൾ, യൂറോപ്യൻ യൂണിയൻ, അമേരിക്ക, ചൈന, ഇവരുമായിട്ടുള്ള ഒരു സ്റ്റേബിളായിട്ടുള്ള വ്യാപാരമില്ലാതെ ഇന്ത്യക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. അതോടൊപ്പമാണ് റഷ്യ വളരെ പ്രസക്തമാകുന്നത്. റഷ്യ ഒരു 1.5 ട്രില്യൺ ഇക്കണോമി, വലിയ രാജ്യമാണ്, വലിയ സാധ്യതയുള്ള രാജ്യമാണ്. നമ്മുടെ ഡിഫൻസ് മേഖലയിൽ ഇപ്പോഴും ഏറ്റവും അധികം നമ്മൾ ആശ്രയിക്കുന്നത് റഷ്യയാണ്. ഏറ്റവും അധികം ആയുധങ്ങൾ ഇറക്കുമതി ചെയ്യുന്നതും റഷ്യയിൽ നിന്ന്. റഷ്യ കഴിഞ്ഞാൽ 2ാം സ്ഥാനത്ത് ഫ്രാൻസാണ്, 3ാം സ്ഥാനത്ത് ഇസ്രായേൽ, അങ്ങനെ വരുന്നത്. അപ്പോഴും നമ്മൾ അമേരിക്കയിലേക്ക് അധികം പോയിട്ടില്ല. 2018-ൽ അമേരിക്കയുടെ ശക്തമായ പ്രതിഷേധത്തെയും അവരുടെ നിയമത്തെയും മറികടന്നുകൊണ്ടാണ് നമ്മൾ S-400 ട്രയംഫ്
മിസൈൽ വേദ സംവിധാനം വാങ്ങിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള വളരെ അടുത്ത ബന്ധം റഷ്യയുമായിട്ടുണ്ട്. അപ്പോൾ ഒറ്റയടിക്ക് റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി കുറയ്ക്കും എന്ന് ഞാൻ കരുതുന്നില്ല. അത് ഇന്ത്യയുടെ താല്പര്യങ്ങളെ ഹനിക്കും. പിന്നെ രണ്ടാമത്തെ കാര്യം, വെനിസ്വേലയിൽ നിന്ന് എണ്ണ ആദ്യം തന്നെ നമ്മൾ അമേരിക്ക എതിർത്തിരുന്നു. അന്ന് നമ്മൾ പ്രധാനമായിട്ടും റഷ്യ, ഇറാൻ, വെനിസ്വേല ഈ 3 രാജ്യങ്ങൾ എണ്ണ വാങ്ങിക്കൊണ്ടിരുന്നത്. അതിൽ വെനിസ്വേലയെയും ഈ ഇറാനെയും തമ്മാടി രാഷ്ട്രങ്ങളുടെ പട്ടികയിൽപ്പെടുത്തി അവിടുന്ന് എണ്ണ വാങ്ങിക്കൽ നിർത്തിച്ചത് അമേരിക്കയാണ്. പിന്നീട് 2022 ഉക്രൈൻ റഷ്യ യുദ്ധമുണ്ടായ പശ്ചാത്തലത്തിലാണ് റഷ്യക്കെതിരായിട്ടുള്ള ഉപരോധം വരുന്നത്. അപ്പോൾ ഇപ്പോൾ ഈ അവർ നിയന്ത്രണത്തിൽ വെച്ചിരിക്കുന്ന വെനിസ്വേലയിലെ എണ്ണ അവർ ഇന്ത്യയിലേക്ക് റൂട്ട് ചെയ്യാനാണ് സാധ്യത. അപ്പോൾ അതാണ് ഊർജ്ജ മേഖലയിലുള്ള വ്യാപാരത്തിന് വലിയ പ്രാധാന്യം വരുന്നുണ്ട്. അത് യഥാർത്ഥത്തിൽ നമുക്ക് വെനിസ്വേലയിൽ നിന്ന് അമേരിക്ക റൂട്ട് ചെയ്താലും നമുക്ക് എണ്ണ ചീപ്പ് റേറ്റിൽ കിട്ടുന്നത് സൗകര്യമാണ്. അത് നമുക്ക് പക്ഷേ ശുദ്ധീകരിച്ച് യൂറോപ്യൻ മാർക്കറ്റിലേക്കും ലോകത്തിൻ്റെ മറ്റ് മാർക്കറ്റിലേക്കും നമുക്ക് വിതരണം ചെയ്യാൻ സാധിക്കും എന്നുള്ളതുകൊണ്ട് അത് പ്രതിസന്ധി ഉണ്ടാക്കുന്ന ഘടകമല്ല. മറ്റൊന്ന്, അമേരിക്കയിൽ നിന്ന് തന്നെയുള്ള എണ്ണ ഒരുപക്ഷെ ഇന്ത്യയിലേക്ക് വന്നേക്കാം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഷെൽ ഗ്യാസ്. നമുക്ക് കൂടുതൽ പണം ചെലവഴിക്കേണ്ടി വരില്ല എന്നുള്ളൊരു പ്രശ്നമാണ്. വരും. ഇപ്പോൾ അമേരിക്കയിലെ ഷെൽ ഗ്യാസ് ഈ വലിയ ഈ ഭൂമിക്കടിയിലുള്ള കല്ലിൻ്റെ അടരുകളിൽ അസാമാന്യമായ ശേഖരമുണ്ട് ഗ്യാസിൻ്റെ. അതിനെ ഷെൽ ഗ്യാസ് എന്ന് പറയുന്നത്. അപ്പോൾ അമേരിക്ക ഷെൽ ഗ്യാസ് റഷ്യയുടെ ആധിപത്യം തകർക്കാൻ വേണ്ടിയിട്ട് അറ്റ്ലാന്റിക്കിൻ്റെ അടിയിലൂടെ യൂറോപ്പിലേക്ക് വിതരണം ചെയ്യാനുള്ള ശ്രമമൊക്കെ നടത്തിയിരുന്നു. പക്ഷേ അതൊന്നും പോസിബിൾ അല്ല. വലിയ സാമ്പത്തിക ചെലവ് വരുന്നതാണ്. റഷ്യയിൽ നിന്ന് വളരെ സിമ്പിളായിട്ട് ചെറിയ പൈസയ്ക്ക് യൂറോപ്പിലേക്ക് ഈ വാതകം എത്തുന്നുമുണ്ട്. അപ്പം ഇതൊക്കെ അമേരിക്കയ്ക്ക് ഒരുപക്ഷെ മാർക്കറ്റ് ചെയ്യാനുള്ള താല്പര്യം ഉണ്ടാകും. അപ്പം അതുപോലെ കൽക്കരി, നമ്മളൊരു പ്രധാനപ്പെട്ട കൽക്കരി ഉൽപ്പാദക രാജ്യമാണ്. ഇവിടേക്ക് അമേരിക്കയിൽ നിന്ന് കൽക്കരി ഇറക്കുമതി ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ അതൊക്കെ വരുന്നത് യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ ഇൻഡസ്ട്രിയൽ ഗ്രോത്തിൻ്റെ നടുപൊടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊക്കെ യഥാർത്ഥത്തിൽ പരിഗണിക്കാതെ നമുക്ക് പോകാൻ സാധിക്കും. നമ്മൾ ഇറാനുമല്ലൊരു പൈപ്പ് ലൈൻ പദ്ധതി ഉണ്ടാക്കിയിരുന്നു. അതെ, ഇറാനിൽ നിന്ന് എണ്ണ കൊണ്ടുവരുന്നതിന് വേണ്ടി. അതാണ് IPI, ഇറാൻ പാകിസ്ഥാൻ ഇന്ത്യ വാതക പൈപ്പ് ലൈൻ പദ്ധതി. അത് പാകിസ്ഥാനെ ഇൻഫ്ലുവൻസ് ചെയ്ത് അത് പൊളിച്ചതിൽ പ്രധാന പങ്ക് വഹിച്ചത് അമേരിക്കയാണ്. മാത്രമല്ല, അമേരിക്കൻ സമ്മർദ്ദത്തിന് പടിപടിയായി കീഴടങ്ങുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. ഇപ്പോൾ നമ്മൾ ഗൊദാർ തുറമുഖം പാകിസ്ഥാനിൽ ചൈന ഡെവലപ്പ് ചെയ്യുന്ന തുറമുഖമാണ്. അത് ചൈന പാകിസ്ഥാൻ ഇക്കണോമിക് കോറിഡോറിൻ്റെ ഭാഗമായിട്ട് വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് അവിടെ നടത്തുന്നുണ്ട്. നമ്മുടെ ബലൂചിസ്ഥാൻ ഷോറിൽ ചേർന്ന് കിടക്കുന്ന ഒരു ആഴക്കടൽ തുറമുഖമാണ് ഗൊദാറിന് പകരമായി നമ്മൾ ഇറാൻ്റെ ചബഹാർ തുറമുഖം ഡെവലപ്പ് ചെയ്തിരിക്കുകയാണ്. പക്ഷേ ചബഹാറിൽ ഇത്തവണ നമ്മൾ നീക്കിയിരിപ്പൊന്നും കാണുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ എന്താ വെച്ചാൽ അമേരിക്കൻ സമ്മർദ്ദത്തിന് വഴങ്ങി നമ്മൾ ആ പദ്ധതിയിൽ നിന്ന് പിന്മാറുകയാണോ എന്നുള്ള ആശങ്ക വരുന്നുണ്ട്. അത് പക്ഷേ അത് വേറൊരർത്ഥത്തിൽ ചിലപ്പോൾ നമുക്ക് ഗുണകരമായി വന്നേക്കാം. നാളെ ഇപ്പോൾ ട്രംപിൻ്റെ കപ്പൽപ്പട അവിടെ എത്തി നിൽക്കുകയാണ്. ഇറാൻ നേതൃത്വവുമായിട്ട് നയതന്ത്ര ചർച്ചകൾ ആരംഭിക്കുന്നു എന്നാണ് കിട്ടുന്ന വിവരം. അത് ഒരു മാന്യമായ രൂപത്തിൽ ഒരു സൊല്യൂഷൻ അതിനുണ്ടാകുവാണെങ്കിൽ നമുക്കും ഈ ഒരു ഇറാൻ്റെ എണ്ണ ഇറക്കുമതി ചെയ്യുന്ന കാര്യത്തിലൊക്കെയുള്ള അമേരിക്കൻ ഉപരോധം മാറുന്നത് നമുക്ക് കൂടുതൽ സ്വതന്ത്ര വ്യാപാരത്തിനുള്ള ഒരു സാഹചര്യം ഇറാനുമായിട്ടും ഉണ്ടായേക്കാം. വേറൊരു വിഷയം, നമ്മളിപ്പം ഈ പെട്ടെന്നൊരു പ്രഖ്യാപനം ട്രംപ് നടത്തുന്നത്, ഇപ്പോൾ കഴിഞ്ഞ ജനുവരി 27 യൂറോപ്യൻ യൂണിയനുമായിട്ടുള്ള ഒരു കരാർ നടപ്പാക്കാനായിട്ടുള്ള തീരുമാനം ഉണ്ടാക്കിയത്. അപ്പോൾ അത് വലിയ തോതിലുള്ള ഇന്ത്യക്ക് ഗുണകരമാകുമെന്നൊക്കെയുള്ള വലിയ പ്രതീതി ഉണ്ടാക്കിയിരുന്നു. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിരുന്നൊരു സംഭവമുണ്ട്. അത് ലോകക്രമത്തിലൊരു മാറ്റം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അമേരിക്കക്കെതിരെ യൂറോപ്യൻ രാജ്യങ്ങളുൾപ്പെടെ അമേരിക്കയിലെതിരെ വന്നിരിക്കുന്നു. ഈ മറുവശത്ത് ചൈനയും റഷ്യയുമൊക്കെ വേറൊരു തരത്തിൽ, ഇറാനുമൊക്കെ ആയിട്ട് അമേരിക്കയും, അങ്ങനെ ലോകക്രമത്തിലൊരു മാറ്റം വന്നുകൊണ്ടിരിക്കുന്നു എന്നൊക്കെയുള്ളൊരു നിലയ്ക്ക് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിരുന്നു. യഥാർത്ഥത്തിൽ അത്തരം ഒരു ആശങ്കയിൽ നിന്നാണോ ധൃതിപ്പെട്ട് ഇന്ത്യയുമായ ഒരു കരാറിലേക്ക് എത്തിയെന്ന് പ്രഖ്യാപിക്കുന്നതിൻ്റെ ഒരു കാരണം അതാണോ എന്നുള്ളൊരു വിഷയം കൂടി. അതൊരു ട്രിഗർ ഫാക്ടർ ആയിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഗ്രീൻലൻഡിന് മേലെയുള്ള അമേരിക്കയുടെ അവകാശവാദം ഉണ്ടാക്കിയിട്ടുള്ള പ്രതിസന്ധി ചെറുതല്ല. അത് ഈ നോർഡിക് രാജ്യങ്ങളായിട്ടുള്ള നോർവേ, സ്വീഡൻ, ഫിൻലൻഡ്, പിന്നെ ഈ ഡെൻമാർക്കിൻ്റെ ഭാഗമാണല്ലോ ഇപ്പോൾ ഗ്രീൻലൻഡ്. ആ രാജ്യങ്ങളെല്ലാം ബ്ലോക്കായി ഈ കരാറിനെ എതിർത്തു. അതിനെ സപ്പോർട്ട് ചെയ്തിട്ട് യൂറോപ്പിലെ വൻശക്തികളായിട്ടുള്ള ഫ്രാൻസ് രംഗത്ത് വന്നു, ജർമ്മനി വന്നു, ബ്രിട്ടൻ വന്നു. എല്ലാം അമേരിക്കയുടെ സഖ്യശക്തികളാണ്. ഇതെല്ലാം അമേരിക്കയുടെ സഖ്യശക്തികളാണ്. അപ്പോൾ
ഈ നാറ്റോ തന്നെ പുതിയ രൂപത്തിൽ റീഡിഫൈൻ ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നു. അമേരിക്കയുടെ സൈനിക കുട യൂറോപ്പിന് ഇനി അധികകാലം ഉണ്ടാവില്ല എന്നുള്ളൊരു ഫീലിംഗ് വന്നിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ മറ്റ് ആൾട്ടർനേറ്റീവ് സോഴ്സസിനെ കുറിച്ച് അവരാലോചിക്കുന്നുണ്ട്. സ്വന്തം നിലയ്ക്ക് ഡിഫൻസ് എക്സ്പെൻഡിച്ചർ കൂട്ടുക, പിന്നെ റഷ്യയും ചൈനയുമായിട്ടൊക്കെയുള്ള ബന്ധം മെച്ചപ്പെടുത്തുക, അങ്ങനെയൊക്കെയുള്ള രീതിയിലുള്ള മാറ്റങ്ങൾ അവിടെയും ഉണ്ടാകുന്നുണ്ട്. മാത്രമല്ല യൂറോപ്യൻ യൂണിയനും ചൈനയും തമ്മിലിപ്പോൾ വ്യാപാരം ശക്തിപ്പെടുത്താനുള്ള കരാറിലേക്ക് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ചർച്ചകൾ നടന്നിരുന്നു. ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ചർച്ചകൾ ഇപ്പോൾ പുരോഗതിയിലാണ്. അത് ഈ വ്യാപാര യുദ്ധം പ്രഖ്യാപിച്ചപ്പോൾ തന്നെ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെട്ടല്ലോ. G20 നമ്മളത് കണ്ടതാണ്. അപ്പോൾ ഇന്ത്യയും ഷീ ജിൻപിങ്ങും പുതിനും മോഡിയും തമ്മിലൊക്കെ പരസ്പരം ഷെയ്ക്ക് ഹാൻഡ് കൊടുത്ത് കാര്യങ്ങൾ വളരെ മുന്നോട്ട് കൊണ്ടുപോകുന്നൊരു ചിത്രം നമുക്കുണ്ട്. അപ്പോൾ അത് പോസിറ്റീവായിട്ട് വരുന്നൊരു കാര്യമാണ്. ഇവിടെ യൂറോപ്യൻ യൂണിയനിലെ 27 രാജ്യങ്ങൾ ഇന്ത്യയുമായിട്ട് പെട്ടെന്നൊരു കരാറിൽ എത്തിച്ചേർന്നു. അത് നേരത്തെ തന്നെ പല തലങ്ങളിൽ ഡിസ്കഷൻ നടത്തിയിട്ടുള്ള ഒരു കാര്യമാണ്. അത് ബ്രിട്ടനില്ല 20 വർഷമറ്റായി ആലോചനകൾ നടക്കുന്നു. കാരണം യൂറോപ്യൻ യൂണിയൻ്റെ ഒരു പ്രതിസന്ധി ബ്രിട്ടൻ ബ്രെക്സിറ്റ് നടത്തി പുറത്തുപോയി എന്നുള്ളത്. പക്ഷേ ബ്രിട്ടനുമായിട്ട് നമ്മൾ ഓൾറെഡി ഒരു വ്യാപാര കരാറുണ്ട്. പിന്നെ യൂറോപ്യൻ യൂണിയനുമായിട്ട് ഈ കരാർ രൂപപ്പെടുത്തുന്നു. അത് തീർച്ചയായിട്ടും അമേരിക്കയ്ക്കൊരു കടുത്ത വെല്ലുവിളിയാണ്. കാരണം അമേരിക്കയുടെ 50% ചുങ്കം നിലനിന്നാൽ പോലും ഈ യൂറോപ്യൻ യൂണിയനുമായിട്ട് നമ്മുടെ സ്വതന്ത്ര വ്യാപാര കരാർ യാഥാർത്ഥ്യമായാൽ നമുക്ക് അതിജീവിക്കാൻ സാധിക്കും. കാരണം നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കയറ്റുമതി അത് ടെക്സ്റ്റൈൽ ഉൽപ്പന്നങ്ങൾ, സമുദ്രോൽപ്പന്നങ്ങൾ, തുകൽ ഉൽപ്പന്നങ്ങൾ, കാർഷിക വിഭവങ്ങൾ, ഇതിനൊക്കെ, പിന്നെ ഫാർമസ്യൂട്ടിക്കൽസ്, ഇതിനൊക്കെ നമുക്ക് യൂറോപ്പിൽ വിപണി തുറന്നു കിട്ടുക. അപ്പോൾ അതുകൊണ്ട് ഈ കരാർ ഒരു വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുണ്ട്. അമേരിക്ക ഒരു പുനർവിചിന്തനം നടത്താൻ അമേരിക്ക പ്രേരിപ്പിച്ചിട്ടുണ്ട് എന്ന് ഞാൻ കരുതുകയാണ്. കാരണം അതിൽ ഈ 18% താരിഫെങ്കിൽ അത് പ്രഖ്യാപിച്ചു കഴിഞ്ഞല്ലോ. അത് ഇന്ത്യക്ക് ഗുണകരമാണെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അത് മാത്രമല്ല, ഇപ്പോൾ പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, വിയറ്റ്നാം അടക്കമുള്ള രാജ്യങ്ങൾ ആണ് ഇന്ത്യയുടെ മേജർ കോമ്പറ്റീറ്റേഴ്സ്. പ്രത്യേകിച്ച് ടെക്സ്റ്റൈൽ പോലെയുള്ള മേഖലയിൽ, തൊഴിലുൽപ്പന്നങ്ങളുടെയൊക്കെ മേഖലയിൽ അവിടെയൊക്കെ നമുക്ക് എഡ്ജ് കിട്ടുകയാണ്. അപ്പം അത് അമേരിക്കൻ വിപണിയിൽ നിന്ന് വിപണി പിടിക്കാനുള്ള വലിയൊരു സാധ്യത കൂടി അത് തുറന്നു തരുന്നുണ്ട്. പക്ഷേ അങ്ങനെ പറയുമ്പോഴും നമ്മൾ ഈ പറഞ്ഞതുപോലെ ഈ ഇന്ത്യ അമേരിക്കയ്ക്ക് പെട്ടെന്ന് വിധേയപ്പെടുകയാണോ ചെയ്തതെന്നുള്ളതാണ്. നമ്മുടെ ഇപ്പോൾ പാർലമെൻറ്റിലൊക്കെ വലിയ പ്രതിഷേധങ്ങൾ നടക്കുന്നുണ്ട്. പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നൊക്കെ വലിയ പ്രതിഷേധം നടക്കുന്നുണ്ട്. കാരണം ഇതിൻ്റെ ഒരു സുതാര്യതയില്ലായ്മ തന്നെയാണ് അതിൽ ആ ഒരു ആശങ്ക ഉണ്ടാക്കുന്നത്. എന്താണ് നടക്കുന്നത്? ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ട്രേഡ് എഗ്രിമെൻ്റ് എന്ന് പറയുന്നത് എന്ത് തരത്തിലാണ് നടക്കുന്നത്? ഒരു തരത്തിലും ഗവൺമെൻറ്റിനും വ്യക്തമായി പറയാൻ കഴിയുന്നില്ല. എന്താണ് അതുകൊണ്ട് ഇന്ത്യക്ക് ഗുണകരമാണ് എന്ന് പറയുന്നത്, വൈകായി പറയുന്നതല്ലാതെ എന്താണ് ഇന്ത്യക്ക് ഗുണം എന്നുള്ളത് ഇപ്പോഴും ഗവൺമെൻറ്റിന് പറയാൻ കഴിയുന്നില്ല. അതായത് ഈ എഗ്രിമെൻറ്റിൻ്റെ ഒരു ചിത്രം നമ്മുടെ മുന്നിലില്ല. നമുക്കിപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്ന മുഴുവൻ സ്റ്റേറ്റ്മെൻറ്റാണ്. അവിടെ അമേരിക്കയുടെ അഗ്രികൾച്ചർ സെക്രട്ടറിയുടെ സ്റ്റേറ്റ്മെൻറ്റ് വരുന്നു, അംബാസിഡറായിട്ടുള്ള സെർജിയോ ഗോറിൻ്റെ പ്രസ്താവന വരുന്നു, അതുപോലെ ഡൊണാൾഡ് ട്രംപിൻ്റെ ട്വീറ്റ് വരുന്നു. അമേരിക്കയ്ക്ക് ഗുണകരമാണെന്നാണ് അവരെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതേസമയം മോഡിയുടെ ട്വീറ്റ് വരുന്നു, അത് ഇന്ത്യക്ക് ഗുണകരമാണെന്ന് മോഡിയും പറയുന്നു. അപ്പോൾ ഇതെന്താണ് ഇതിൻ്റെ കരാർ, അതിൻ്റെ വിശദാംശങ്ങൾ എന്താണ് എന്ന് ഇന്ത്യയും അമേരിക്കയും ജനാധിപത്യ രാഷ്ട്രങ്ങളാണ്. അവിടുത്തെ ജനങ്ങൾക്കറിയാനുള്ള അവകാശമുണ്ട്. ഇന്ത്യ ആണെങ്കിൽ ഇപ്പോൾ പാർലമെൻറ്റ് സെഷൻ നടക്കുകയാണ്. പാർലമെൻറ്റിലെങ്കിലും അത് ബോധ്യപ്പെടുത്തണം. കാരണം ഇത് ചെറിയ കാര്യമല്ല. ലക്ഷക്കണക്കിനല്ല, കോടിക്കണക്കിന് ഇന്ത്യക്കാരുടെ ജീവിതത്തെ നേരിട്ട് ബാധിക്കുന്ന കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട് ഈ വ്യാപാര കരാറിൽ. പ്രത്യേകിച്ച് കാർഷിക മേഖലയിൽ നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു. അങ്ങനെ വരുമ്പോൾ അത് സംബന്ധിച്ച് ക്ലാരിറ്റി വരുത്തണം. ഗവൺമെൻറ് കൃത്യമായി പാർലമെൻറ്റിൽ സ്റ്റേറ്റ്മെൻറ്റ് നടത്തണം. അതല്ലെങ്കിൽ ഒരു പ്രസ്താവന രൂപത്തിൽ ഇന്നതൊക്കെയാണ് വരാൻ പോകുന്നത്, ഈ കരാറിൻ്റെ ഭാഗമായി ഇന്ന കാര്യങ്ങളാണ് ചെയ്യാൻ പോകുന്നത്, അത് വ്യക്തമാക്കണം. അത് വ്യക്തമാക്കാത്ത കാലത്തോളം ആശങ്ക നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇന്ത്യ പൂർണ്ണമായി അമേരിക്കയ്ക്ക് വിധേയപ്പെട്ടോ, അമേരിക്കയും ട്രംപും പറയുന്ന കാര്യങ്ങൾ അതുപോലെ സ്വീകരിച്ചുകൊണ്ട് നമ്മൾ ഒരു കരാറിലേക്ക് പോയോ എന്നുള്ള ആശങ്ക നിലനിൽക്കുകയാണ്. ആ ആശങ്ക പരിഹരിക്കേണ്ട ഉത്തരവാദിത്വം ഗവൺമെൻറ്റിനുണ്ട്. അത് പാർലമെൻറ്റിൽ സ്റ്റേറ്റ്മെൻറ്റ് നടത്തണം, ഇന്ത്യൻ ജനങ്ങളോട് അത് തുറന്നു പറയണം. അപ്പോൾ അത് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് നമ്മുടെ ചർച്ചയുടെ തുടക്കത്തിൽ തന്നെ നമ്മൾ ആശങ്കപ്പെടുത്തുന്നൊരു ഘടകം. കാരണം ഈ ഒരു ചർച്ച നടക്കുമ്പോഴും എന്തിനെ ബേസ് ചെയ്താൽ നമ്മൾ ചർച്ച നടത്തുന്നത്? കുറച്ച് നേതാക്കളുടെ സ്റ്റേറ്റ്മെൻറ്റ് മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ. അത് പോരല്ലോ. ഇതൊരു സ്വതന്ത്ര വ്യാപാര കരാറാണ്. അപ്പോൾ ഇരു രാജ്യങ്ങളും തമ്മിൽ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട്
രൂപപ്പെടുത്തേണ്ടുന്ന ഇരു രാജ്യങ്ങളും തമ്മിൽ ഒപ്പിട്ട് പ്രസിദ്ധീകരിക്കേണ്ടുന്ന ഒരു കരാറാണ്. അതെവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ യൂറോപ്യൻ യൂണിയനുമായി ഉണ്ടാക്കിയ കരാറുകളുടെ മാതാവ് എന്നാണ് അതെ 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 ഇപ്പോൾ ഇതിനെ പറയുന്നത് കരാറുകളുടെ അച്ഛൻ എന്നാണ് പറയുന്നത്. അതെ അതെ അതെ. അല്ല, യൂറോപ്യൻ യൂണിയൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ അവിടുത്തെ ഉർസുല വോണ്ടർ ലെയിൻ ഇവിടെ വരുന്നു, അത് രണ്ടുപേരും ഒപ്പിടുന്നു, കരാറ് കാണിക്കുന്നു. അവിടുത്തെ വ്യവസ്ഥകളെല്ലാം സോളിഡ് ആയിട്ടുണ്ട്. മാത്രമല്ല ഒരു സെറിമണി ഉണ്ടല്ലോ. അതെ അതെ ദർ ഇസ് എ സെറിമണി. അവിടെ യൂറോപ്യൻ കമ്മീഷൻ്റെ പ്രസിഡൻറ്റും യൂറോപ്യൻ കമ്മീഷണറും ഒക്കെ പങ്കെടുക്കുന്നു, ഇന്ത്യൻ പ്രധാനമന്ത്രി പങ്കെടുക്കുന്നു. അവിടെ ഈ കരാർ രൂപപ്പെടുത്തുന്ന സെറിമണി പെർഫോം ചെയ്യണം. ഇത് ഗന്ധർവ വിവാഹം പോലെ ഇത് നടക്കുന്നത്. ഇതിപ്പോൾ ഈ ട്രംപിൻ്റെ പ്രഖ്യാപനത്തിന് ശേഷമാണ് വിദേശകാര്യമന്ത്രി ജയശങ്കർ പെട്ടെന്ന് അമേരിക്കയിൽ പോകുന്നു, അവരുമായിട്ട് ചർച്ചകൾ നടത്തുന്നു, ചില ഡിക്ലറേഷൻസ് നടത്തുന്നു. എപ്പോഴും എന്താണ് കരാറിൻ്റെ വ്യവസ്ഥകൾ എന്നുള്ളത് ഇപ്പോഴും ഒരു ആളുകൾക്കും അറിയില്ല. ഇത് തന്നെയാണ് പ്രശ്നം. അപ്പോൾ നമ്മൾ ഈ കരാറുകൾ, ഇപ്പോൾ യൂറോപ്യൻ യൂണിയനുമായിട്ടുള്ള കരാർ, അത് നന്നായിട്ട് ആ കരാറാണ്, നമുക്കത് മനസ്സിലാവും. ഇത് ഗന്ധർവ വിവാഹമാണ്. ഇത് എന്താ സംഭവിച്ചതെന്ന് ഇരു കൂട്ടർക്കും അല്ലാതെ വേറെ ഇന്ത്യക്കാർക്കും അറിയില്ല, വേറെ ആർക്കും അറിയില്ല. യഥാർത്ഥത്തിൽ അമേരിക്ക തന്നെ വ്യവസ്ഥകൾ ഉണ്ടാക്കുന്നു എന്നുള്ളൊരു തോന്നലാണ് നമുക്ക് ഇതിലെല്ലാം ഉണ്ടാകുന്നത്. കാരണം ഓരോ ഇന്ത്യ എടുക്കേണ്ട നയപരമായ വളരെ സുപ്രധാനമായ കാര്യങ്ങളൊക്കെ തന്നെ അമേരിക്ക അവിടെ നിന്ന് പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത്. ദീർഘകാലമായി നടക്കുന്ന വ്യാപാര ഇടപാടുകൾ നമ്മൾ അവസാനിപ്പിക്കുന്നു എന്ന് പ്രഖ്യാപിക്കുന്നു. നമ്മുടെ ഏതെല്ലാം മേഖലകൾ അവർക്ക് തുറന്നു കിട്ടുമെന്ന് അവർ പറയുന്നു. നമ്മൾ പൂർണ്ണമായും ഒരു തരത്തിൽ ഇന്ത്യൻ ജനതയെ തന്നെ ഒരു ഇരുട്ടിലാക്കുന്ന തരത്തിലാണ് ഈ കരാറിൻ്റെ രീതി മുന്നോട്ട്. അതിലാകെ ഒരു പോസിറ്റീവായ കാര്യം, അമേരിക്കൻ പ്രസിഡന്റിൻ്റെ ഈ സ്റ്റേറ്റ്മെൻറ്റ് ഇന്ത്യ ഓൺ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അപ്പം റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി നിർത്തിയിരിക്കുന്നു എന്നുള്ളതിന് ഒരു ചിത്രവും നമുക്ക് കിട്ടുന്നില്ല, നിഷേധിച്ചിട്ടുമില്ല. അപ്പം അതുകൊണ്ടാണ് നമുക്കിപ്പോൾ ഇരുട്ടിൽ നിൽക്കുന്നത്. നമ്മൾ ഇന്ത്യക്ക് വേണ്ടി ഇന്ത്യ നടത്തേണ്ടുന്ന പ്രഖ്യാപനമാണത്. ഈ കരാറിൻ്റെ ഭാഗമായി റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി കുറയ്ക്കാൻ ഇന്ത്യ തീരുമാനിച്ചിരിക്കുന്നു. യെസ്, ഇരു രാജ്യങ്ങളും തമ്മിൽ ഒരു കരാർ രൂപപ്പെടുത്തുമ്പോൾ അത് നമ്മുടെ മാത്രം താല്പര്യം സംരക്ഷിക്കാൻ പറ്റില്ല. അമേരിക്കയുടെ താല്പര്യങ്ങളും അവരുടെ നിർദ്ദേശങ്ങളും നമുക്ക് സ്വീകരിക്കേണ്ടി വരും. അതോടൊപ്പം നമ്മളുടെ താല്പര്യങ്ങളും നമ്മുടെ നിർദ്ദേശങ്ങളും അവരും സ്വീകരിക്കണം. അങ്ങനെയുള്ളൊരു മ്യൂച്വൽ എഗ്രിമെൻ്റ് ഉണ്ടാവുക. ആ മ്യൂച്വൽ എഗ്രിമെൻറ്റിൻ്റെ ഭാഗമായി അമേരിക്ക മുന്നോട്ട് വയ്ക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആവശ്യമാണ്, അവർ നിരന്തരമായി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി നിർത്തണമെന്നുള്ളത്. അപ്പോൾ അത് യുക്രൈൻ യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിലാണ്. യുക്രൈൻ യുദ്ധം അവസാനിച്ചപ്പോൾ ഇനി ആ പ്രശ്നമില്ല. പക്ഷേ ഇന്ത്യ അവിടെ നിന്ന് എണ്ണ വാങ്ങുന്നതുകൊണ്ടാണ് യുക്രൈൻ യുദ്ധം അവസാനിക്കാത്തതെന്നാണ് ട്രംപ് പറയുന്നത്. പക്ഷേ ഇക്കാര്യത്തിൽ ഇന്ത്യയാണ് നിലപാട് വ്യക്തമാക്കുന്നത്. ഇപ്പോൾ 18% താരിഫ് ആണ് അമേരിക്കയിൽ നിന്ന് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്കയിൽ നിന്ന് ട്രംപ് പ്രഖ്യാപിച്ചു. ഇൻ റെസ്പോൺസ് ടു ദാറ്റ് സ്റ്റേറ്റ്മെൻറ്റ് നമ്മളാണ് പ്രഖ്യാപിക്കേണ്ടത്. യെസ്, അതൊരു നല്ല കാര്യമാണ്. 50% 18% കുറയ്ക്കാൻ അമേരിക്ക തയ്യാറായതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ അമേരിക്കയുമായി ഒരു കരാറിൽ ഏർപ്പെടുത്തുന്നു, റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി കുറയ്ക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഇന്ത്യ നടത്തണം. ഇത് ഇരു കൂട്ടരും ഇന്ത്യ പറയേണ്ട കാര്യം ട്രംപ് പറയുന്നത് താങ്കൾ സൂചിപ്പിച്ചത് വളരെ കൃത്യമാണ്. അതിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിലാണ് ധാരാളം ക്രിറ്റിസിസം ഇതിനെതിരെ ഉയർന്നു വരുന്നത്. ട്രംപിന് പൂർണ്ണമായി കീഴടങ്ങി. ഒരു ലോക പോലീസുകാരൻ എന്ന നിലയ്ക്ക് ഞാനെല്ലാം പ്രഖ്യാപിക്കും, നിങ്ങളെല്ലാം കേട്ടുപോകണം, ആഗോള തമ്പുരാൻ എന്ന നിലയ്ക്ക് ട്രംപ് ട്വീറ്റ് ചെയ്യുന്നു. അതിനോട് നമ്മൾ പ്രതികരിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആശങ്ക ചെറുതല്ല. അതുതന്നെയാണ് സംഭവിക്കുന്നതെന്ന് തോന്നുന്നു. ഒരു അമേരിക്ക പലതരത്തിൽ ഒറ്റപ്പെടുന്നൊരവസ്ഥയുണ്ട്. ഇപ്പോൾ ഈ പറയുന്ന നേരത്തെ പറഞ്ഞതുപോലെ വെനസ്വേല പ്രസിഡന്റിനെ പിടിച്ചുകൊണ്ട് പോയി ഗ്രീൻലാൻഡ് പിടിച്ചെടുക്കുമെന്ന് പറയുന്നു, ഇറാനെ ആക്രമിക്കുമെന്ന് പറയുന്നു, മറ്റ് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളെ ആക്രമിക്കുമെന്ന് പറയുന്നു. ഇതെല്ലാം പറഞ്ഞതിന് ശേഷം അവരുടെ സഖ്യശക്തികൾ തന്നെ അമേരിക്കയെ തള്ളിപ്പറയുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അങ്ങനെ ഒരു പുതിയൊരു ലോകക്രമത്തിലൊരു വ്യതിയാനം ഉണ്ടാകുന്ന ഒരു സമയത്ത് പെട്ടെന്ന് ഇന്ത്യ അമേരിക്കയെ രക്ഷിക്കുന്ന ഒരു തരത്തിലേക്ക് മാറുന്നു എന്നുള്ളതൊരു പ്രശ്നമുണ്ട്. പശ്ചിമേഷ്യയിൽ ഇസ്രായേൽ എങ്ങനെയാണോ അമേരിക്കയെ രക്ഷപ്പെടുത്തുന്നത്, ഏതാണ്ട് സമാനമായ രീതിയിൽ ഇന്ത്യ അമേരിക്കയ്ക്ക് തുണയായി മാറുന്നു എന്നുള്ളൊരു സംശയമുണ്ട്. അതിപ്പം ബ്രിക്സ കൂട്ടായ്മയിൽ പോലും അത് വരുന്നുണ്ട്. ഇപ്പം ഈ ബ്രിക്സ കറൻസി രൂപപ്പെടുത്തിയാൽ ചൈനീസ് യുവാൻ്റെ മേധാവിത്വം ഉണ്ടാകും എന്നുള്ള ഘട്ടത്തിൽ ഇന്ത്യക്കും ചില ആശങ്കയുണ്ടായിരുന്നു. അതിൽ ഇടപെടൽ അമേരിക്ക നടത്തിയിട്ടുണ്ട്. അങ്ങനെയാണ് ബ്രസീൽ, സൗത്ത് ആഫ്രിക്ക, ഇന്ത്യ എന്ന് പറയുന്നൊരു കൂട്ടായ്മ അതിനകത്തുണ്ടായി. ഇബ്സ കൂട്ടായ്മ ഇന്ത്യ, ബ്രസീൽ, സൗത്ത് ആഫ്രിക്ക.
അപ്പോൾ റഷ്യയും ചൈനയും കാരണം അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ സാമ്പത്തിക താല്പര്യം അതിൽ. അപ്പോൾ ഇന്ത്യൻ താല്പര്യം അമേരിക്കൻ താല്പര്യം അവിടെ ഒരുമിച്ച് വരുന്നുണ്ട്. കാരണം യുവാൻ ആധിപത്യത്തിലേക്ക് പോകുന്നത് ഇന്ത്യക്ക് ഇഷ്ടമല്ല. അതേസമയം ഈ ബ്രിക്സിനകത്ത് ഒരു ഡിവിഷൻ ഉണ്ടാക്കി ഈ ഇന്ത്യ, സൗത്ത് ആഫ്രിക്ക, ബ്രസീൽ തുടങ്ങിയ ആ കൂട്ടായ്മയെ കൂടെ നിർത്താനുള്ള അമേരിക്കൻ താല്പര്യം അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഇതിലൊക്കെ ഈ പല തരത്തിലുള്ള അലൈൻമെൻറ്റും റീ അലൈൻമെൻറ്റും മൾട്ടി അലൈൻമെൻറ്റിൻ്റെ രൂപത്തിൽ ലോകത്തിലുണ്ടാവുന്നുണ്ട് എന്നതാണ് പ്രധാനം. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം റിലയബിലിറ്റിയാണ്. അതെ, നമുക്ക് റഷ്യനെ വിശ്വസിക്കാം, ചൈനയെ പക്ഷേ അങ്ങനെ വിശ്വസിക്കാൻ പറ്റില്ല. വ്യാപാര കാര്യത്തിൽ ഒരുപക്ഷെ വിശ്വസിക്കാൻ പറ്റിയേക്കാം, പക്ഷേ ഇന്ത്യ, ചൈന, ഭായ് ഒക്കെ എവിടെ എത്തി എന്നുള്ളത് നമുക്കറിയാം. ഇന്നത്തെ സാഹചര്യത്തിൽ ഒട്ടും നമുക്ക് റിലയബിൾ അല്ലാത്ത ഒരു രാജ്യമാണ് അമേരിക്ക. കാരണം അവരുടെ എത്രയോ കാലത്തെ സഖ്യശക്തികളായ യൂറോപ്യൻ യൂണിയനോടും യൂറോപ്യൻ രാജ്യങ്ങളോടും അവർക്ക് യുദ്ധത്തിന് പുറപ്പെടാൻ സന്നദ്ധതയുണ്ടെങ്കിൽ പിന്നെ ഇന്ത്യയുടെ കാര്യം പറയണം. പണ്ട് ആളുകൾ പറയും പച്ചമരത്തോട് ഇതാണെങ്കിൽ പിന്നെ ഉണക്കമരത്തോട് എന്തു തന്നെ ചെയ്യുകയില്ല എന്നാണ്. അപ്പോൾ അമേരിക്ക, ഇംഗ്ലണ്ട് എന്ന് പറയുന്ന രാജ്യം അമേരിക്കയുടെ ഒരു മദർ കൺട്രി എന്ന് പറയാവുന്ന രാജ്യമാണ്. ആ ഇംഗ്ലണ്ടിനെതിരെ ഇപ്പോൾ ഗ്രീൻലാൻഡ് വിഷയത്തിൽ അവർ ചുങ്കം ചുമത്തിയിട്ടുണ്ട്. അപ്പോൾ യൂറോപ്പിൻ്റെ ഒരു എക്സ്റ്റൻഷനാണ് യഥാർത്ഥത്തിൽ അമേരിക്ക. യൂറോപ്പ്, അറ്റ്ലാന്റിക് ആൻഡ് അതർ സൈഡ് ഓഫ് അറ്റ്ലാന്റിക് എന്ന് പറഞ്ഞ ഒറ്റ യൂണിറ്റായിട്ടാണ് കണക്കാക്കുന്നത് സാംസ്കാരികമായിട്ട്. അപ്പോൾ യൂറോപ്പിനോട് ഇങ്ങനെയുള്ളൊരു സമീപനം പുലർത്തുന്ന അമേരിക്ക ഇന്ത്യയോട് ഏത് തരത്തിലുള്ള സമീപനം സ്വീകരിക്കാമല്ലോ. അവിടെ റിലയബിലിറ്റി ഒരു പ്രധാന ഘടകമാണ്. വിശ്വാസയോഗ്യമല്ല അമേരിക്ക. ഇപ്പോൾ പറയുന്ന കാര്യമൊക്കെ ഒരു പക്ഷേ നിൽപ്പിൽ അവർ മാറ്റിയേക്കാം. അതെ, ഈ 18% തന്നെ നാളെ ഒരു പ്രസിഡൻഷ്യൽ ഓർഡർ വഴി 50% തിരിച്ചാക്കാനൊന്നും പ്രയാസമില്ല. അതെ, അത് വരാം. അത് മാത്രമല്ല, ഇതിനകത്ത് നോൺ താരിഫ് ബാരിയേഴ്സ് ഉയർത്താം. അത് പലതരത്തിലും ഇപ്പോൾ മനുഷ്യാവകാശ പ്രശ്നം പറഞ്ഞ് ഉയർത്താം, ഗ്രീൻ ഇഷ്യൂസ് ഉയർത്താം, ഹരിത വാതക പ്രതിഭാസം എന്നൊക്കെ പറഞ്ഞ്, കാർബൺ ടാക്സേഷൻ എന്ന് പറഞ്ഞ്, ഇങ്ങനെ പല കാര്യങ്ങൾ കൊണ്ടുവന്ന് താരിഫ് ബാരിയർ ഉയർത്താൻ അമേരിക്കയ്ക്ക് കഴിയും. അത് യൂറോപ്യൻ യൂണിയനും കഴിയും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിലവിലുള്ള ഈ 18% എന്നുള്ളത് ഇൻ എഫക്റ്റ് ഒരു വലിയ സംഖ്യയായി മാറാം. അപ്പോൾ അതുകൊണ്ട് ഇത് ഈ 18% എന്ന് കേൾക്കുമ്പോൾ തന്നെ ഞാനിപ്പോൾ മാനത്ത് ചാടി കയറും എന്ന് പറഞ്ഞിട്ട് ആഹ്ലാദിക്കുന്നതിൽ അർത്ഥമില്ല. അതേസമയം നമുക്കതിൽ വലിയ നിരാശപ്പെടേണ്ട കാര്യമൊന്നുമില്ല. കാരണം ഒരു വലിയ പ്രതിസന്ധിയിൽ നിന്ന് നമുക്കൊരു താൽക്കാലിക ആശ്വാസം കിട്ടുന്നുണ്ട്. കാരണം അതിൻ്റെ താരിഫ് ഇളവിൻ്റെ കാര്യത്തിൽ അതിൻ്റെ ഒരു പ്രതിഫലനം മാർക്കറ്റിൽ കാണുന്നുണ്ട്. നമ്മുടെ സെൻസെക്സ് ഉയരുന്നു, രൂപയുടെ മൂല്യം സമീപ ദിവസങ്ങളിൽ ഉയരാൻ സാധ്യതയുണ്ട് എന്നൊക്കെ ഉള്ള ഒരു സൂചന നമുക്ക് ലഭിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഇത് പൂർണ്ണമായും നമുക്ക് ബെനിഫിഷ്യൽ അല്ല എന്ന് പറയാൻ പറ്റില്ല. അതേസമയം ആശങ്കകൾ അകറ്റാതെ മുന്നോട്ട് പോകുന്നത് ഒട്ടും ശരിയല്ല. വിശിഷ്യ കാർഷിക മേഖലയിൽ തൊട്ട് കഴിഞ്ഞാൽ കത്തും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. തീർച്ചയായിട്ടും ഈ കരാറിനെ സംബന്ധിച്ച് ഉയരുന്ന ആശങ്ക വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രത്യേകിച്ച് രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ഒരു കരാർ ഉണ്ടാക്കേണ്ട രീതി ഇതാണോ എന്നുള്ള അതിൻ്റെ സുതാര്യതയില്ലായ്മയും ഒക്കെ തന്നെ വലിയ പ്രശ്നമായി തന്നെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഇന്ത്യയിൽ അതിനെക്കുറിച്ച് ഇന്ത്യ അമേരിക്ക കരാർ എന്ന് പറയുന്ന ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച ഈ കരാറിനെക്കുറിച്ചുള്ള ആശങ്കയും ആശയക്കുഴപ്പങ്ങളും ഇപ്പോഴും തുടരുകയാണ്. പ്രധാനമായും സുതാര്യതയില്ലായ്മ തന്നെയാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു വിഷയം. ആ നിലയിൽ ഇന്ത്യ ഗവൺമെൻറ്റാണ് എന്താണ് കരാറിൻ്റെ ഉള്ളടക്കമെന്നും അതിൽ വ്യവസ്ഥകൾ എന്താണ് എന്നും ഇന്ത്യ ഏതൊക്കെ നയപരമായ കാര്യങ്ങളിൽ എന്തൊക്കെ തീരുമാനങ്ങൾ എടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്നൊക്കെ ഇന്ത്യയിലെ ജനങ്ങളോടും അതുപോലെ തന്നെ പാർലമെൻറ്റിനുമൊക്കെ തുറന്നു പറയാനുള്ള ബാധ്യത ഇന്ത്യ ഗവൺമെൻറ്റിനുണ്ട്. അതിൽ നിന്ന് പിൻവാങ്ങുന്നത് ജനാധിപത്യ വിരുദ്ധമായൊരു സമീപനമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. തീർച്ചയായിട്ടും അത് തന്നെയാണ് നമുക്ക് ഇന്നത്തെ ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് അത്തരം ഒരു കൺക്ലൂഷനിൽ എത്താൻ സാധിക്കും. ബാക്കിയെല്ലാം കരാറിൻ്റെ വിശദാംശങ്ങൾ തീർച്ചയായിട്ടും നമുക്ക് വിശദമായിട്ട് തന്നെ ചർച്ച ചെയ്യുകയും നിലപാട് സ്വീകരിക്കുകയും ചെയ്യാവുന്നതാണ്. നന്ദി ഡോക്ടർ വിൻസ്. താങ്ക് യു.